ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ കൺവീനർ മത്സരിക്കുന്ന പേരാമ്പ്ര അസംബ്ലിയിൽ നഗ്നമായ വർഗീയത ആളിക്കത്തിക്കുകയാണ്. വളരെ മോശമായി അതും മൈക്കിൽ വിളിച്ചു പറയുകയാണ്. വർഗീയത സാധാരണ മാർക്സിസ്റ്റ് പാർട്ടി സ്വകാര്യം വീടുകൾ പറയുകയായിരുന്നു. എന്നാൽ പരസ്യമായി മൈക്കിലൂടെ ഇത് മുസ്ലിം കുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി വർഗീയത ആളിക്കത്തിക്കുന്നു. ഷാഫി പറമ്പിൽ വടകര മത്സരിച്ചപ്പോൾ കാഫിർ പ്രശ്നം രാജ്യത്തങ്ങോളം അധികരിക്കുകയുണ്ടായി. ആ കാഫിർ പ്രശ്നത്തിൽ ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ അന്ന് DIG വിളിച്ചുകൂട്ടി യോഗത്തിൽ ആളുകളെ ഞങ്ങൾക്കറിയാം, ഇപ്പം തരാൻ ശരിയില്ല എന്ന് ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മറച്ചുവെച്ചു. അതേപോലെ തന്നെ പേരാമ്പ്ര ഇപ്പം നടത്തുന്നത് ഐക്യജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടെ ചരിത്രപരമായ രീതിയിൽ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് തോന്നിയപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി നഗ്നമായ വർഗീയത ആളിക്കത്തിക്കുന്നു. നമുക്കറിയാം, പണ്ട് കാലത്ത് CH കണാരൻ നാദാപുരത്ത് മത്സരിച്ചപ്പോൾ അന്ന് ഐക്യജനാധിപത്യം ജയിക്കുമെന്ന് ഘട്ടം വന്നപ്പോൾ അവസാന ഘട്ടത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി കണാരൻ ചെക്കന് വോട്ടില്ല, യൂത്ത് ലീഗ് എന്ന മുദ്രാവാക്യം എഴുതി, യൂത്ത് കോൺഗ്രസ് എന്ന മുദ്രാവാക്യം ബോഡി വെച്ചു, കണാരൻ ചെക്കന് വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ വർഗീയത മാർക്സിസ്റ്റ് പാർട്ടി RSSനേക്കാളും വലിയ വർഗീയ പാർട്ടിയാണ്. അതേപോലെ തന്നെയാണ് പേരാമ്പ്രയിൽ ഐക്യജനാധിപത്യത്തിന് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് തോന്നിയപ്പോൾ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി വർഗീയത ആളിക്കത്തിക്കുകയാണ്. ഇത് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യയുടെ സംസ്ഥാന കൺവീനറാണ് പേരാമ്പ്ര മത്സരിക്കുന്നത്. വർഗീയതയ്ക്കെതിരെ 24 മണിക്കൂർ സംസാരിക്കുന്ന ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ വർഗീയത ആളിക്കത്തിച്ചുകൊണ്ട് നമുക്ക് നാളെ ഒന്നിച്ച് ജീവിക്കുന്ന നാടാണ് ഈ പ്രദേശം, മതസൗഹാർദ്ദ നാടാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുരിശുപള്ളിൻ്റെ അടുത്താണ്. കക്കിത്താറ പഞ്ചായത്ത് നരിനട ഈ ഭാഗം എന്ന് പറഞ്ഞ മലയോര മേഖലയാണ്. രാജ്യത്തിലെ പാവപ്പെട്ട കർഷകന്മാർ കഠിനാധ്വാനം ചെയ്യുന്ന മേഖലയാണ്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നിച്ച് ജീവിക്കുന്ന മേഖലയാണ്. ആ മേഖലയെ ഇവിടെ വിഷം കയറ്റിയിരിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടി. ഇവിടെ വർഗീയത ആളിക്കത്തിക്കുന്നു. ആ വർഗീയത ആളിക്കത്തി രാജ്യത്തെ ജനങ്ങൾ ബോധവാന്മാരായിരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ടും ഐക്യജനാധിപത്യത്തിന് ശക്തമായ രീതിയിൽ വർഗീയതയ്ക്ക് ഞാൻ കേവലം 2 വോട്ടിന് വേണ്ടിയല്ല, ഇവിടെ വോട്ട് കിട്ടുന്നോ ജയിക്കുന്നോ അല്ല പ്രശ്നം. വർഗീയത ആളിക്കത്തിയാൽ ഇന്നുള്ള നമ്മുടെ സൗഹാർദ്ദം ആ രാജ്യത്തുണ്ടാവുകയില്ല. ഇവിടെ കുരിശ് എന്റെ കൂടെ നിൽക്കുന്ന ക്രിസ്ത്യൻ സഹോദരന്മാരാണ്, ഞാൻ ഹിന്ദുവാണ്, മുസ്ലിം സഹോദരന്മാരാണ്, ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നവരാണ്. ആ ജീവിത നിലവാരം നഷ്ടപ്പെടുത്താൻ പോകുന്ന ഏറ്റവും വലിയ പോയിസൺ ആറ്റം ബോംബ് മാർക്സിസ്റ്റ് പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ വളരെ രഹസ്യമായി പരസ്യമായി മൈക്കിലൂടെ പ്രചരിപ്പിക്കുന്നു. അത് ഇല്ലാതാക്കുവാൻ ഈ രാജ്യത്തെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.